ഹലോ നമസ്കാരം ഫുട്ബോൾ പ്രേമികളെ. ലോകകപ്പ് സെമി ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ലോകകപ്പ് ഒന്ന് വിടാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയ കാലത്ത് ധാരാളം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ പല കളിക്കാരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സെവൻസ് ഫുട്ബോൾ എല്ലാം വലിയ ഗംഭീരമായിട്ടുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും നടക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ പഴയ കാലത്ത് ഏതാണ്ട് വേനൽക്കാലമായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കണ്ടങ്ങളിൽ അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടുകളിലൊക്കെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താറുണ്ട്. 11s ടൂർണമെൻറ്റ് നടത്താനുള്ള സ്പേസ് ഇല്ലാത്തതിന് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് അന്നത്തെ കാലത്ത് നടത്തിയിരുന്നത്. തിരുവില്ല പാപ്പൻ, കോട്ടയം സാലി, അതുപോലെ തന്നെ 1973 സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം, അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നടത്തിയിരുന്ന ചാക്കോള ഫുട്ബോൾ ടൂർണമെൻറ്റ്, ചാക്കോള ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തൃശ്ശൂർ ഫുട്ബോൾ വളരുന്നതിന് വേണ്ടി, ഫുട്ബോളിനോടുള്ള താല്പര്യം വളരുന്നതിന് സഹായകമായി. അപ്പോൾ ധാരാളം കളിക്കാർ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും സെവൻസ് കളിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതും നേരിട്ട് കണ്ടിട്ടുള്ള ടൂർണമെൻറ്റുകളിൽ നിന്ന് എനിക്ക് ഓർമ്മയുള്ള കളിക്കാരെ ഞാൻ ഓർത്തെടുക്കുകയാണ്. അവർ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഇതിന് കാരണക്കാരായ അധ്യാപകരെയും കോച്ചുകളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായമായതുകൊണ്ട് ഓർമ്മ കുറഞ്ഞു വരുന്നുണ്ട്. ആയതിനാൽ ഞാനിപ്പോൾ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. കുറേ കാലം കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഓർമ്മകളൊന്നും എനിക്ക് ഉണ്ടാവണമെന്നില്ല. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചാറ്റ് GPT വെച്ചോ അല്ലെങ്കിൽ AI മോഡ് വെച്ചോ ഒന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണ്. അത്തരം കളിക്കാരും അത്തരം ടൂർണമെൻറ്റുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ജില്ലയുടെ വടക്കേ അറ്റത്തു നിന്ന് തന്നെ തുടങ്ങാം. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കും തൃശ്ശൂർ ജില്ലയിലും ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് കോക്കൂർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം. അപ്പം നമ്മൾ കോക്കൂർ ബസ് ഇറങ്ങി. അപ്പോൾ കോക്കൂരിനെ പറയുകയാണെങ്കിൽ അവർ പഴയ കാലത്ത് ഒരു സെവൻസ് ടീമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ജന്മനാടായ എരുമപ്പെട്ടിയിൽ അവർ പഴയ കാലത്ത് കളിക്കാൻ വന്നിട്ടുണ്ട്. ഒരു കൊല്ലം മാത്രമല്ല, 1-2 കൊല്ലങ്ങളിൽ അവർ എരുമപ്പെട്ടിയിലെ വന്ന് ടൂർണമെൻറ്റിൽ വന്ന് പങ്കെടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഓർമ്മയുള്ള ഒരു കളിക്കാരുണ്ടായിരുന്നു, ഒരു പൊക്കം കൂടിയിട്ടുള്ള ഒരു കളിക്കാരൻ, നന്നായി ബോൾ കൺട്രോൾ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേര് കോക്കൂർ മജീദ് എന്നാണ്. അദ്ദേഹം വലിയ കളിക്കാരനായിരുന്നു, ആ ടീമിൻ്റെ വലിയ കളിക്കാരനായിരുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ശ്രീ കോക്കൂർ മജീദ്. അദ്ദേഹം നല്ല കളിക്കാരനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ കോക്കൂരിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് തിരിച്ച് തൃശ്ശൂർ റൂട്ടിലേക്ക് യാത്ര ചെയ്ത് നമ്മൾ പെരുമ്പിലാവിൽ
ഇറങ്ങി. തൃശ്ശൂരിൻ്റെ വടക്ക് പടിഞ്ഞാറ് ബോർഡറിലുള്ളൊരു സ്ഥലമാണ് പെരുമ്പിലാവ്. അവിടെ അക്കിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് പഴയ കാലത്ത് പെരുമ്പിലാവിലത്തെയും അക്കിക്കാവിലത്തെയും ഫുട്ബോൾ കളിക്കാരെല്ലാവരും കൂടി പല ടൂർണമെൻറ്റുകളിലും സെവൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിൽ പെരുമ്പിലാവ് അക്കിക്കാവ് ഭാഗത്തുനിന്നുള്ള ഒരു കളിക്കാരൻ പഴയ കാലത്ത് വളരെ പ്രശസ്തനാണ്. അദ്ദേഹം തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും പാലക്കാട് ജില്ലയിലൊക്കെ അന്നത്തെ കാലത്ത് സെവൻസ് കളിക്കാൻ പോയിരുന്ന ഒരു കളിക്കാരനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ആ ഫുട്ബോൾ കളി കാണുമ്പോൾ ആൾക്കാരുടെ പേരോ ഓർത്തിരിക്കുക എന്ന് മാത്രമാണല്ലോ നമ്മൾ അന്ന് ചെയ്യുക. പക്ഷെ അന്നത്തെ കാലത്ത് ഈ കളിക്കാരൻ എവിടെയാണ് പഠിക്കണതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മലമ്പുഴ ITIയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരുന്നു. അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ അക്കിക്കാവ് അഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു കോലൻ തലമുടി, അതുപോലെ തന്നെ നല്ല പന്തടക്കം, അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പന്ത് ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇടുക. പിന്നീട് IM വിജയനൊക്കെ ആ ടെക്നിക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് സെവൻസിൽ ആദ്യമായിട്ടാണ് ഒരാൾ ആ രീതിയിൽ ഇത്ര പന്തടക്കത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക് മറിക്കുകയും ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്കൊക്കെ മറിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അക്കിക്കാവ് അഹമ്മദ്. അപ്പോൾ അദ്ദേഹത്തിനും ഞാൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അദ്ദേഹത്തിനും ഞാൻ ഒരു ബിഗ് ഹായ് പറയുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ കുന്നംകുളത്ത് ഇറങ്ങുന്നു. കുന്നംകുളത്തുകാർക്കും അന്നൊരു സെവൻസ് ഫുട്ബോൾ ടീമുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നത് പാസ്റ്റർ ബേബിയാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം പെന്തക്കോസ്ത പാസ്റ്ററായിരുന്നു. അദ്ദേഹം കുന്നംകുളം ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടും അതുപോലെ തന്നെ ബാക്ക് നിരയിലൊക്കെ കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. കുന്നംകുളത്ത് ഇത് കൂടാതെ GV രാജ സ്പോർട്സ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കളിക്കാരൊക്കെ അവിടെ കോച്ചിങ്ങിന് വന്ന് താമസിച്ച് പഠിച്ചിരുന്നൊരു സ്ഥലമുണ്ട്. അവരെ ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടറില്ല. അപ്പോൾ ഞാൻ പാസ്റ്റർ ബേബി ചേട്ടനോട് അദ്ദേഹത്തെ കുറേ കാലമൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുന്നംകുളത്ത് പോകാത്ത കാരണം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വെട്ടിച്ച് ഗോളടിക്കുക അന്നത്തെ കാലത്ത് എളുപ്പമായിരുന്നില്ല. അവിടുന്ന് നമ്മൾ കുന്നംകുളത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവക്കാട്ട് എത്തുന്നു. ചാവക്കാട് അന്നത്തെ കാലത്ത് ധാരാളം കളിക്കാരുണ്ടായിരുന്നു. അവർ പല സ്ഥലങ്ങളിലും കളിക്കാൻ പോയിട്ടുണ്ട്. അതിലെ ഒരു കളിക്കാരനെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനീ പറയുന്നത് 1978-79 കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കടങ്ങോട്ട് ടീം അതിൻ്റെ ഫൈനലിലെത്തിയിരുന്നു. അന്ന് അവർക്കെതിരെ മത്സരിക്കേണ്ടിയിരുന്നത് പുറ്റേക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെ കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ പുറ്റേക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ടീമാണ് കടങ്ങോട് ടീമിനെതിരെ കളിക്കേണ്ടത്. അപ്പോൾ കടങ്ങോട് ടീമിൽ നല്ല കളിക്കാരുണ്ടായിരുന്നു. അവർ അന്നത്തെ കാലത്ത് ചാവക്കാടുന്നൊരു കളിക്കാരനെ ദത്തെടുത്തു. അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അയാൾ വലിയ കളിക്കാരനായിരുന്നു. ആ മത്സരത്തിൽ ആദ്യ ദിവസം നടന്ന മത്സരത്തിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു.
അദ്ദേഹം ചാവക്കാട് ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ പ്രകടനത്തിൽ അന്ന് പുറ്റേക്കര ടീമിനെ അവർ സമനിലയിൽ തളച്ചു. പിറ്റത്തെ ദിവസം വീണ്ടും മത്സരം ഉണ്ടായി. അതിൽ ഈ ചാവക്കാട് നിന്നുള്ള ഉണ്ണികൃഷ്ണേട്ടൻ വന്നില്ല. അല്ലെങ്കിൽ ഈ കളിക്കാരെ കൊണ്ടുവരുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ഇപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകൾക്ക് ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആയതിനാൽ രണ്ടാമത്തെ തവണ കളി വന്നപ്പോൾ അവർക്ക് ഉണ്ണികൃഷ്ണൻ ചേട്ടനെ ഇറക്കാൻ സാധിച്ചില്ല. അപ്പോൾ അന്ന് നടന്ന മത്സരത്തിൽ പുറ്റേക്കര ടീം ജയിച്ചു. അപ്പോൾ ചാവക്കാടിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഒരു ഗംഭീര പ്രകടനമാണ് അന്ന് കാഴ്ചവെച്ചത്. നല്ല പന്തടക്കവും നല്ല വേഗതയും ഉണ്ടായിരുന്ന കളിക്കാരൻ. അങ്ങനെ ചാവക്കാട് നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനടുത്തുള്ള ഒരുമനയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ പഴയ കാലത്ത് പന്ത് കളിക്കാരുണ്ടായിരുന്നു. അതിൽ ഒരു ഫുട്ബോൾ കളിക്കാരൻ അന്ന് സെവൻസ് കളിച്ചിരുന്നു. അയാൾ പിന്നീട് വലിയൊരു റഫറി ആയിട്ട് മാറി. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും പല മേജർ ഫുട്ബോൾ ടൂർണമെൻറ്റുകളിലും അദ്ദേഹം പിന്നീട് റഫറി ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ ഒരുമനയൂർ പപ്പേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. വലിയ കണിശക്കാരനായ റഫറിയായിരുന്നു. ഓടി ചാടി നടന്ന് അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹം ഓടിയെത്തും. അദ്ദേഹം ഗംഭീരമായിട്ട് റഫറിങ് നടത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പ്രായമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടക്കുന്ന കളികളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരുമനയൂർ പപ്പേട്ടൻ. പിന്നെ നമ്മൾ ഒരുമനയൂരിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മൾ കുന്നുംകുളം വടക്കാഞ്ചേരി റൂട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ കുന്നുംകുളം വടക്കാഞ്ചേരി വരുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ഫുട്ബോൾ കളിക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുന്നംകുളത്തിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ യാത്ര ചെയ്ത് പന്നിത്തടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുകയാണെങ്കിൽ അവിടെ പഴയ കാലത്ത് ചെറിയ സെവൻസ് ടൂർണമെൻറ്റുകളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് പന്നിത്തടത്ത്. അപ്പോൾ ചെറിയ ചെറിയ ലോക്കൽ ടീമുകൾ വലിയ വലിയ കളിക്കാരെയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവർ അവിടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള കളിക്കാർ അവിടെ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഞങ്ങളദ്ദേഹത്തെ ബാബുവേട്ടൻ എന്നാണ് അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നത്. അധികം പൊക്കൊന്നുമില്ലാതെ മെലിഞ്ഞ് ചെറിയ താടിയൊക്കെ ഉണ്ടായിരുന്ന ബാബുവേട്ടൻ. അദ്ദേഹത്തിന് പന്നിത്തടത്തെ സിനിമ തിയേറ്ററായിട്ട് എന്തോ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തം നിലയ്ക്കും അതുപോലെ തന്നെ അവരുടെ ആ ഭാഗത്തെ ഫുട്ബോൾ പ്രേമികളുടെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അദ്ദേഹം നേരിട്ട് ഫുട്ബോൾ സെവൻസ് ടൂർണമെൻറ്റ് നടത്തുക പതിവായിരുന്നു. അപ്പോൾ അവിടെ പന്നിത്തടം സെൻറ്ററിൽ നിന്ന് ഈയാലിലേക്ക് പോകുന്ന റൂട്ടിലെ ഇടത്തെ സൈഡിലുള്ള ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് ഈ കളികളെല്ലാം നടന്നിരുന്നത്. ശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലേക്കൊക്കെ പന്ത് പോകും. അങ്ങനെയുള്ള വളരെ കുറഞ്ഞൊരു സ്ഥലമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് എല്ലാ കൊല്ലവും അവിടെ നടത്തുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ രണ്ട് ടീമുകൾ, ചാവക്കാട് ഭാഗത്തു നിന്നുള്ളൊരു ടീമും മറ്റൊരു ടീമും തമ്മിൽ കളിക്കുന്ന സമയത്ത് വലിയ വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ടീം ജയിച്ചു. അപ്പോൾ തോറ്റ ടീമുകാർക്ക് അതിൻ്റെ റഫറിങ്ങിനെ കുറിച്ചിട്ട് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ബാബു ചേട്ടനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ നിങ്ങളെ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ബാബു ചേട്ടൻ ആകെ വിഷമായി. അയാൾ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. പിറ്റത്തെ ദിവസം അധികാലത്ത് ആ നാട്ടിൽ തന്നെ ചെന്ന് ഇറങ്ങി. എന്നിട്ട് റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ നടക്കണുണ്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള
ആ കളിക്കാർക്കൊക്കെ ദയ തോന്നി. കാരണം ഇയാളിവിടെ വരാനും അവർ അന്ന് വഴക്ക് കൂടിയിട്ട് ഇവരോട് ഇതൊക്കെ പറഞ്ഞാൽ ഈ ബാബുചേട്ടൻ ഒന്നും പറഞ്ഞില്ല. പിറ്റത്തെ ദിവസം കാലത്ത് തന്നെ ഇദ്ദേഹം ആ നാട്ടിലുള്ള റോട്ടിൽ കൂടെ ഒക്കെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ നാട്ടുകാർക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളന്ന് വിഷമം കൊണ്ട് പറഞ്ഞതാണ്, ചേട്ടൻ അത് കാര്യമാക്കണ്ട, ഞങ്ങൾ അന്ന് തോറ്റതിൻ്റെ ആ ദുഃഖത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സ്പിരിറ്റാണ് നമുക്ക് ഉൾനാടുകളിലുണ്ടായിരുന്ന സ്പിരിറ്റാണ് നമുക്കത് കാണാൻ നമുക്ക് കഴിയുന്നത്. ആദ്യം ബാബുചേട്ടൻ ചെറിയ തോതിലൊക്കെ ഫുട്ബോൾ കളിക്കും, പക്ഷേ ഫുട്ബോൾ പ്രേമികൾക്ക് വിരുന്നൊരുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് പന്നിത്തടത്തുനിന്ന് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരിയന്നൂർ ബസ് സ്റ്റോപ്പിലെത്താം. എരുമ്പട്ടിക്ക് തൊട്ട് മുന്നേ കരിയന്നൂർ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ കരിയന്നൂർ എത്തുന്നതിന് മുന്നേ മരത്തങ്കോട് എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പുണ്ട്. മരത്തങ്കോട് സ്കൂളിൽ അന്നത്തെ കാലത്ത് പന്ത് കളിക്കാരുണ്ടായിട്ടുണ്ട്. അവർ വലിയ അവിടെ മരത്തങ്കോട് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കീഴിൽ ഫുട്ബോൾ ടീം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്കൂളിൻ്റെ ടീം അല്ലാതെ ഓൾ സയൻസ് കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജ് മരത്തങ്കോട് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അതിൻ്റെ ഉടമസ്ഥൻ ശ്രീ ആൻ്റണി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം നല്ലൊരു പന്ത് കളിക്കാരനായിരുന്നു, ഫുട്ബോൾ സെവൻസ് കളിക്കുന്ന കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയൻ സേവി, അദ്ദേഹം ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പോൾ ഇവരുടെ കോളേജിൻ്റെ പ്രചരണാർത്ഥം അവർ ടീം ഇറക്കുക പതിവായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ടീം ഇറക്കുക പതിവായിരുന്നു. അതിൽ ആൻ്റണി മാഷ് അതിൽ സജീവമായിട്ട് ടീമിലൊരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു. അദ്ദേഹം ഗോളുകൾ അടിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ സേവി എന്നാണ് ഞങ്ങൾ വിളിക്കുക ഇഷ്ടത്തിൽ. ഫുട്ബോൾ പ്രേമികൾ അങ്ങനെ കളിക്കാരെ വലിയ സ്നേഹത്തിലൊക്കെ വിളിക്കാറുണ്ടല്ലോ. സേവി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ സേവിയേട്ടനും അതുപോലെ തന്നെ ആൻ്റണി മാഷും മരത്തങ്കോട് നിന്ന് ടീമുകളെ വിവിധ ടൂർണമെൻറ്റുകളിൽ നിന്ന് ഇറക്കാറുണ്ട്. ബാക്കിയുള്ള കളിക്കാരെല്ലാം അവർ പല സ്ഥലങ്ങളിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങി അവരുടെ ടീമിൽ, കാരണം ഇത് ആ കോളേജിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് അവർ പല സ്ഥലങ്ങളിൽ നിന്നും, തൃശ്ശൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിൽ നിന്നും നല്ല ഫുട്ബോൾ കളിക്കാരെ തപ്പി ആ പല മത്സരങ്ങളിലും അവർ ഇറക്കിയിട്ടുണ്ട്. പല ടൂർണമെൻറ്റിലും അവർ ഇറക്കിയിട്ടുണ്ട്. ഞാൻ അവരുടെ കളികളെല്ലാം പല ടൂർണമെൻറ്റുകളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ മരത്തങ്കോടിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത തൊട്ടടുത്ത കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പാഴിയോട്ടുമുറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാഴിയോട്ടുമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പാത്രമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കേച്ചേരി റൂട്ടിൽ പാത്രമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ കളിക്കാർ പാത്രമംഗലത്ത് ഉണ്ടായിരുന്നു. പാത്രമംഗലത്തെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കളിക്കാരനെന്ന് ഞാൻ കണ്ടിട്ടുള്ള കളിക്കാരിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അന്നത്തെ കാലത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കളിക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തരക്കാരനും അതുപോലെ തന്നെ നല്ലൊരു അത്ലറ്റും നല്ലൊരു ഹോക്കി കളിക്കാരനും നല്ലൊരു ഫുട്ബോളറുമായിരുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സാലി എന്നാണ്. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അദ്ദേഹം നല്ല മികച്ച ഒരു അത്ലറ്റായിരുന്നു. 100 മീറ്ററിലൊക്കെ അദ്ദേഹത്തിന് സ്കൂൾ മീറ്റുകളിലൊക്കെ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്, ജൂനിയർ വിഭാഗങ്ങൾ. അതുപോലെ തന്നെ അദ്ദേഹം ഹോക്കി കളിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ കൂട്ടത്തിൽ ക്രിക്കറ്റും കളിച്ചിട്ടുണ്ട്.
അദ്ദേഹം മികച്ച ഒരു ഫുട്ബോളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് കാലും റൈറ്റ് കാലും ഒരേപോലെ സ്വാധീനമുള്ളതായിരുന്നു, ഒരേപോലെ സ്വാധീനമുണ്ട്. എന്നാൽ എട്ടത്തെ കാല് കൊണ്ടുള്ള അടി വളരെ ശക്തിയേറിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് കാലുകൊണ്ടുള്ള അടി അന്ന് ഏത് ഗോൾ കീപ്പർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. അത് കൂട്ടത്തിൽ അദ്ദേഹം പന്തും കൊണ്ട് അപാര സ്പീഡിൽ പോകും. അദ്ദേഹം വലിയൊരു 100 മീറ്റർ ഓട്ടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ കവർ ചെയ്ത് ബാക്കുകൾക്ക് അയാളുടെ ഒപ്പം എത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം അതിശക്തമായിട്ട് ഓടുകയും അതുപോലെ തന്നെ പോസ്റ്റിലേക്ക് അതിശക്തമായി അടിക്കുകയും ചെയ്യും. ഈ കളിക്കാരൻ ഒരുപക്ഷെ ശ്രീ CV പാപ്പച്ചനേക്കാളോ അല്ലെങ്കിൽ മറ്റ് CP സ്റ്റാൻലിയേക്കാളോ അല്ലെങ്കിൽ U ഷറഫലിയേക്കാളോ ഒക്കെ നിലയിലൊക്കെ എത്തേണ്ട ഒരു കളിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കോളേജ് തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനോ യൂണിവേഴ്സിറ്റി കളിക്കാനോ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ആളാണ് CV പാപ്പച്ചനൊക്കെ. അവരൊക്കെ 10ാം ക്ലാസ് പാസ്സായി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോളേജിൽ എത്തിപ്പെടാനും അങ്ങനെ അവർക്ക് ഉയർന്നു പോകാനും സാധിച്ചു. പക്ഷേ സാലിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. അദ്ദേഹം ഞാൻ കണ്ട എൻ്റെ പ്രായമുള്ള കളിക്കാരിൽ ബെസ്റ്റ് കളിക്കാരനാണ്. പാപ്പച്ചൻ ഉഗ്രം കളിക്കാരനാണ്. അദ്ദേഹം നല്ലൊരു ഡ്രിബിളറാണ്, വളരെ അപകടകാരിയായിട്ടുള്ള കളിക്കാരനാണ്. എന്നാൽ സാലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സ്പീഡുകാരനാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് കൊണ്ടൊക്കെ ഒരു അടി അടിച്ചാൽ ഈ ബാറൊക്കെ കുലുങ്ങും, ചിലപ്പോൾ പൊട്ടി വീഴും. അത്ര ശക്തി ഉണ്ടായിരുന്ന അടി ഉണ്ടായിരുന്ന. അപ്പോൾ സാലിയെയും ഞാൻ ഈ അവസരത്തിൽ വളരെ സ്നേഹപുരസരം ഓർക്കുകയാണ്. സാലിക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. ഒരു സഹോദരൻ്റെ പേര് നൗഷാദ് എന്നാണ്. നൗഷാദ് കേരള ടീമിലും അതുപോലെ തന്നെ ജില്ലാ ടീമുകളിലൊക്കെ ഹോക്കി കളിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അതുപോലെ തന്നെ അവർക്ക് വേറൊരു അനിയനുണ്ടായിരുന്നു. അവരെ കേരളത്തിലെ എല്ലാ ആളുകളും അറിയും. അവരുടെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ടീമിന് അവർക്കൊരു KSEBക്ക് ഒരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. അതിലെ കളിക്കാരനായിരുന്നു ശ്രീ റഷീദ്. അത് ഈ സാലിയുടെ ഏറ്റവും താഴെയുള്ള അനിയനാണ്. അവർക്ക് വളരെ പൈസക്കാരായിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു സാലിയുടേത്. അവരുടെ ഫാദറിന് അന്നത്തെ കാലത്ത് ദുബായിൽ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു. സാലി പിന്നീട് ബിസിനസ്സിലേക്കൊക്കെ പോയി. അങ്ങനെയാണ് സാലി ഇരുന്നത്. പിന്നീട് അയാൾ ഫുട്ബോളൊക്കെ വിട്ടു, പ്രേമിയായി, അങ്ങനെ പ്രായമായി. അങ്ങനെയാണ് സാലിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ സാലിയെക്കുറിച്ച് പറയുമ്പോൾ, പാത്രമംഗലത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരാളെ കുറിച്ചിട്ടും നമുക്ക് പറയാതെ വിടാൻ പറ്റില്ല. അത് അയാൾ കളിക്കാരനെന്നല്ല, എന്നെപ്പോലെ തന്നെ ഒരു ഫുട്ബോൾ പ്രേമിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പാത്രമംഗലത്തുള്ള ഒരാൾ. അയാൾ എന്നെക്കാട്ടിലും ഒരു 5 or 6 വയസ്സ് മൂപ്പുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചിരുന്നതാണ്. പിന്നീട് അദ്ദേഹം MA ഒക്കെ പഠിക്കാൻ വേണ്ടി പുറത്തു പോയി. MA പഠിക്കുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും ബസ്സിൽ. അപ്പോൾ 1982 വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നെത്തും. അങ്ങനെ ഞാനാണെങ്കിൽ വടക്കാഞ്ചേരി വ്യാസ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ എൻ്റെ ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ കാണും. അപ്പോൾ ആ ചേട്ടൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ബസ്സിലുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ MA പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലത്താണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ വെച്ചിട്ട് ബസ്സിൽ ഞങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ ഞങ്ങൾ 1982 ലോകകപ്പും
എല്ലാ എല്ലാ ദിവസവും റേഡിയോ കേട്ടിട്ട് എനിക്ക് റേഡിയോ കേൾക്കാനേ നിർവാഹമുള്ളൂ. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ടി വി ഒന്നും ഇല്ല 1982 അപ്പം ഞാൻ റേഡിയോ, ഞങ്ങളുടെ വീട്ടിലൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വരും. അപ്പോൾ അദ്ദേഹം വലിയൊരു പത്രമംഗലത്തുകാരനായി, അദ്ദേഹം വലിയൊരു ഫുട്ബോൾ പ്രേമിയായിരുന്നു. അപ്പം ഞങ്ങൾ സീക്കോനെ കുറിച്ചും സോക്രട്ടീസിനെ കുറിച്ചും ഫൽക്കോവിനെ കുറിച്ചും ഇറ്റലിയുടെ പൗളോ റോസിയെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ വാദവരാതെ ബസ്സിലിരുന്ന് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് രാമചന്ദ്രൻ. അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യായിരുന്നു. അദ്ദേഹത്തിന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് കിട്ടി. എനിക്ക് റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥൻ, ഞാൻ റബ്ബർ ബോർഡിലേക്ക് എനിക്ക് കിട്ടുകയുണ്ടായത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാതൃഭൂമിയിൽ എഡിറ്ററായിട്ട് കിട്ടി. അദ്ദേഹമാണ് പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കിട്ടുക. ആ ഫുട്ബോൾ പ്രേമിയായ ആ വ്യക്തി, പാത്രമംഗലത്തുള്ള ആ വ്യക്തിയാണ് ശ്രീ OR രാമേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ അഭിലാഷം നിറവേറി. അദ്ദേഹത്തിന് കൊറിയയിലും ജപ്പാനിലും നടന്ന വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ലേഖകൻ ഞാനീ പറഞ്ഞ ഈ രാമേന്ദ്രൻ ചേട്ടനാണ്. എൻ്റെ കൂടെ തൊട്ടടുത്ത് ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്ത് ഫുട്ബോൾ വിശേഷങ്ങൾ 1982 പങ്കുവെച്ച ആ വ്യക്തി. അദ്ദേഹത്തിന് വലിയ താല്പര്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് നിറവേറ്റാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിനോടും ഞാൻ വളരെയധികം നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ പാത്രമംഗലത്തു നിന്ന് ഞാൻ തിരിച്ച് വീണ്ടും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്ക് കടന്നു. അങ്ങനെ ഞാൻ അവസാനം കരിയന്നൂർ സ്റ്റോപ്പിലെത്തി. കരിയന്നൂർ സ്റ്റോപ്പിലെത്തി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരനും അതുപോലെ തന്നെ ഒരു അത്ലറ്റ് കൂടിയായ ഒരു വ്യക്തിയെ നമ്മൾ ഓർക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു അപരാധമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് കരിയന്നൂർ. അവർ കോട്ടയത്തുകാരാണ്. എരുമപ്പെട്ടിക്കടുത്ത് കരിയന്നൂർ വന്ന് താമസിച്ചു വരുന്ന ആളാണ്. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹം വലിയൊരു അത്ലറ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനും കൂടിയായിരുന്നു. അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് വലിയ ഉസ്മാൻ എന്നായിരുന്നു. കാരണം ഞങ്ങളുടെ നാട്ടിൽ വേറൊരു ഉസ്മാൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ചെറിയ ഉസ്മാൻ എന്നാണ് പറയുക. ഇത് വലിയ ഉസ്മാൻ. വലിയ ഉസ്മാൻ ദീർഘദൂര ഓട്ടങ്ങളിലെ ചാമ്പ്യനായിരുന്നു. പാലക്കാട് ഉപജില്ലാ മത്സരങ്ങളിലൊക്കെ, സ്പോർട്സ് ഉപജില്ലാ മത്സരങ്ങളിലൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ ചാമ്പ്യനായിരുന്നു, ദീർഘദൂര ഓട്ടങ്ങളിലെ ചാമ്പ്യനായിരുന്നു ഉസ്മാൻ. ഈ ഉസ്മാൻ കേരള സ്റ്റേറ്റിൻ്റെ സ്കൂൾസ് ടീമിലൊക്കെ കളിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ പിന്നീട് കേരള പോലീസിലൊക്കെ കളിച്ച സത്യൻ. അപ്പോൾ ഉസ്മാൻ വലിയൊരു കളിക്കാരനായിരുന്നു. അദ്ദേഹം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലൊക്കെ കളിക്കുമായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരുടെ കൂടെ കോട്ടയത്ത് ഇരുമ്പ് കട, അവർക്ക് ഹാർഡ്വെയർ സ്റ്റോഴ്സാണ്, അതിനകത്ത് അവരുടെ സ്വന്തം കടയാണ്, അതിൽ അദ്ദേഹം ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കുറച്ചു കാലം മുന്നേ അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവിടുന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എരുമപ്പെട്ടിയിലെത്തും. എരുമപ്പെട്ടിയിൽ പഴയ കാലത്ത് ഒരു റൂറൽ കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അത് സ്കൂളിനോടനുബന്ധിച്ച് റൂറൽ കോച്ചിങ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നു.
അതിൻ്റെ അമരക്കാരനായിട്ട് നിന്നത് ഞങ്ങളുടെ സ്കൂളിലെ സ്പോർട്സിൻ്റെ മാഷാണ്. അദ്ദേഹത്തിൻ്റെ പേര് OC നാരായണൻ മാഷ് എന്നാണ്. അന്ന് തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും OC നാരായണൻ മാഷെ അറിയാത്തവരില്ല. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു OC നാരായണൻ മാഷ്. കുട്ടികളെ ഒരുക്കുകയും ചാവക്കാട് ഉപജില്ല മത്സരത്തിന് പങ്കെടുപ്പിക്കുകയും അതിൽ ഉന്നത സ്ഥാനമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് OC നാരായണൻ മാഷ്. ഞങ്ങളുടെ നാട്ടിൽ ഫുട്ബോളും അത്ലറ്റിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള താരങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ നടത്തിപ്പിക്കുന്നതിനും അതിനൊക്കെ ഉത്സാഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് OC നാരായണൻ മാഷ്. ഇപ്പോൾ റൂറൽ കോച്ചിങ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പലതരത്തിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റുകളും ആദ്യകാലങ്ങളിൽ 78, 79, 80 കാലങ്ങളിലൊക്കെ അവിടെ എരുമപ്പെട്ടിയിൽ നടക്കേണ്ടായി. അതെല്ലാം നടത്തിയത് ശ്രീ OC നാരായണൻ മാഷാണ്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ സാലിയും അതുപോലെ തന്നെ ഉസ്മാനൊക്കെ വളർന്നു വന്നത്. അതുകൂടാതെ ഒരുപാട് പ്ലെയേഴ്സ് പിന്നീടുണ്ടായി. അപ്പോൾ എരുമപ്പെട്ടിയിൽ ധാരാളം ഫുട്ബോൾ കളിക്കാരുണ്ടായിരുന്നു. അതിൽ പഴയ കാലത്തെ ഫുട്ബോൾ കളിക്കാരിൽ ഒരാളാണ് മുരിങ്ങത്തേരി ഔസേപ്പുട്ടിച്ചേട്ടൻ്റെ മകൻ സണ്ണി. അതുപോലെ തന്നെ MV സൈമൻ എന്നറിയപ്പെട്ടിരുന്ന സൈമൻ ചേട്ടൻ. ഈ സൈമൻ ചേട്ടൻ സണ്ണിച്ചേട്ടനെക്കാട്ടും സീനിയറായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിലെ ഈസ്റ്റേൺ ബ്ലൂസ് ടീമിൻ്റെ അംഗമായിരുന്നു പഴയ കാലത്ത് 70കളുടെ തുടക്കത്തിൽ. അങ്ങേരുടെ ഇടതുകാലം കൊണ്ടുള്ള ഒരു അടി എനിക്ക് തോന്നുന്ന ജില്ലയിലെ തന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തിയിലടിക്കുന്ന ഒരു കളിക്കാരനായിരുന്നു സൈമൻ ചേട്ടൻ. സൈമൻ ചേട്ടൻ്റെ അടി കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രോസ് ബാറൊക്കെ ചിലപ്പോൾ പൊട്ടി താഴെ വീഴും. അതേപോലത്തെ അടിയാണ്. അയാൾ പിന്നെ തൃശ്ശൂർ ഈസ്റ്റേൺ ബ്ലൂസിൽ കളിക്കൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം ദുബായിക്ക് പോയി. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോഴേക്കും അയാൾ ഇത്തിരി തടി കൂടി. എന്നാലും അത്ലറ്റിക്സിലും ഫുട്ബോളിലൊക്കെ അയാൾ പങ്കെടുക്കാറുണ്ട്. അത്ലറ്റിക്സിൽ എൻ്റെ കൂടെ ജാവലിൻ ത്രോയൊക്കെ എറിയാൻ വന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ അതാണ് സൈമൻ ചേട്ടൻ. അതുപോലെ തന്നെ സണ്ണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ്. സണ്ണി ചേട്ടൻ നല്ലൊരു കളിക്കാരനായിരുന്നു. 79, 80 കാലഘട്ടം 79 അദ്ദേഹം ശരിക്കും 78 അദ്ദേഹം ദുബായിൽ പോയി. ആ ദുബായിൽ പോയിട്ട് അദ്ദേഹം ഒന്ന് തിരിച്ചു വന്ന് ഞങ്ങളുടെ അവിടെ നടന്ന 79 ഫുട്ബോൾ ടൂർണമെൻറ്റിൽ അദ്ദേഹം കളിക്കുകയുണ്ടായി. നല്ലൊരു കളിക്കാരനായിരുന്നു. നല്ല ഒരു ഡ്രിബിളറായിരുന്നു. നല്ലൊരു ഫോർവേഡായിരുന്നു. പിന്നെ കുറ്റിക്കാട്ടിൽ ജോണി എന്ന് പറഞ്ഞൊരു ജോണി ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കളിക്കാരനായിരുന്നു. ബാക്കായിരുന്നു. അതുപോലെ തന്നെ MP ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഫ്രാങ്കോ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഫ്രാങ്കോ ചേട്ടൻ. അദ്ദേഹം നല്ലൊരു കളിക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് സ്പോർട്സ് അധ്യാപകനായി. അദ്ദേഹം ഒരു സകലകലാ വല്ലഭനായിരുന്നു. ദീർഘദൂര ഓട്ടക്കാരനായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ബാക്ക് സൈഡിൽ അദ്ദേഹം ബാക്ക് സൈഡും ഫോർവേഡും മധ്യനിരയൊക്കെ കളിക്കും. അതുപോലെ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നീട് കായികാധ്യാപകനായി. തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം കായിക അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ജോയി എന്ന് പറഞ്ഞ ഒരു കളിക്കാരനായിരുന്നു. അയാൾ ബാക്ക് സൈഡ് കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജോയി. അദ്ദേഹം പിന്നീട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിട്ട് പോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തെ ഗോൾ കീപ്പർമാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെയൊക്കെ തരക്കാരിൽ ഒരാളായിരുന്നു അബ്ദുൾ സത്താർ. അങ്ങനെ അദ്ദേഹം 100 മീറ്റർ ഓട്ടക്കാരനായിരുന്നു. നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ക്രിക്കറ്റും കളിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഹനീഫ, അദ്ദേഹം ചെസ് കളിക്കാരൻ. അദ്ദേഹം പിന്നീട് കായിക അധ്യാപകനായിട്ട് മാറി. ഇതെല്ലാം ഞങ്ങളുടെ തരക്കാരിൽ പെട്ടതാണ്. അതിന് മുന്നത്തെ കാലത്ത് ഫുട്ബോൾ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ OC നാരായണ മാഷ്,
അതുപോലെ തന്നെ കടങ്ങോട് ഭാഗത്ത് ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു, OJ ഹെൻറി മാഷ്. പുത്തൂർ കൈതക്കോട്ടിൽ ഔസപ്പേട്ടൻ്റെ മകൻ ഹെൻറി മാഷ്. ആദ്യം അദ്ദേഹത്തിന് അദ്ദേഹം അന്നത്തെ പഴയ കാലത്തെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അദ്ദേഹം 70കളുടെ തുടക്കത്തിൽ 69-ലൊക്കെ കളിച്ചിരുന്ന ആളാണ്. അദ്ദേഹം കായികാധ്യാപകനായി പല സ്ഥലങ്ങളിലും ഫുട്ബോളിന് റഫറി ആയിട്ട് വരികയുണ്ടായി. അതുപോലെ തന്നെ അവിടെ തന്നെ വേറൊരു മാഷുണ്ടായിരുന്നു, ശങ്കരൻകുട്ടി മാഷ്. അയാളും ഈ ഹെൻറി മാഷിൻ്റെ കാലഘട്ടത്തിൽ ഫുട്ബോൾ കളിച്ചിരുന്നതാണ്. അയാളും കായികാധ്യാപകനായി, ശങ്കരൻകുട്ടി മാഷ്. അങ്ങനെ കുറേ ആളുകൾ കടങ്ങോട് ഭാഗത്തുനിന്ന്, കടങ്ങോടും എരുമപ്പെട്ടി അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കടങ്ങോട് നിന്നും നല്ല കളിക്കാർ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേരുകൾ ഓരോ ഇത് വളരെ പഴയ കളിക്കാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇതുകൂടാതെ അവരെക്കാട്ടിലും കുറച്ചും കൂടി ജൂനിയർ ആയിട്ടുള്ള കളിക്കാർ കടങ്ങോട്ടിലുണ്ടായിട്ടുണ്ട്. അവർ നമ്മുടെ എരുമപ്പെട്ടിയിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വന്ന് കളിക്കുകയും അവർ വളരെ എല്ലാവരെയും ആവേശത്തിലാക്കുകയും ചെയ്തിട്ടുള്ള ടീമാണ് കടങ്ങോട് ടീം. അവരുടെ പെർഫോമൻസ് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് കടങ്ങോട് ടീമിനെ കുറിച്ച് ഞാൻ ഓരോന്നായിട്ട് പറയാം. കടങ്ങോട് ടീമിൽ അന്ന് കളിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് ചന്ദ്രേട്ടൻ. ബാക്ക് സൈഡിൽ കളിച്ചിരുന്ന ഒരു കളിക്കാരനാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ ഒരു സുബ്രഹ്മണ്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഞാനീ പറയുന്നത് 79-ലത്തെ കാര്യമാണ്. ഒരു സുബ്രഹ്മണ്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോർവേഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചാവക്കാട് നിന്ന് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെ ഇറക്കിയിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടനായിട്ട് കൊണ്ടുവന്ന് അവർ ഒരുമിച്ച് വലിയ സെറ്റായിട്ട് കളിച്ച് അന്ന് പുറ്റേക്കര ടീമിനെ അവർ സമനിലയിൽ തിളക്കുകയുണ്ടായി. ഭയങ്കര ആവേശമുള്ള മത്സരമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ള മത്സരമായിരുന്നു. അങ്ങനെ അതിനുശേഷം അവിടെ പിന്നീടും കളിക്കാരുണ്ടായിരുന്നു. അവിടുന്ന് കോളേജിൽ പഠിക്കാൻ പോയിട്ടുള്ള 2 കളിക്കാർ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് അവർ കേരളവർമ്മ കോളേജിൽ ആദ്യകാലങ്ങളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്. അവരിൽ ഒരാളുടെ പേര് അശോകൻ. നന്നായി കളിച്ചിരുന്ന അവിടെ കടങ്ങോട് ടീമിൻ്റെ നല്ലൊരു കളിക്കാരനായിരുന്നു അശോകേട്ടൻ. അതുപോലെ തന്നെ പിന്നീട് സെയിൽ ടാക്സിൽ ജോലി ലഭിച്ച വേറൊരു കളിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ധനജയൻ എന്നായിരുന്നു. ഇതുകൂടാതെ അവിടെ ഞങ്ങൾക്കെല്ലാവർക്കും അന്നത്തെ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്ന, തൃശ്ശൂർ ജില്ലയിലെ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്ന മാങ്കുളം മാക്കുമാഷ്ട മകൻ ബാബുചേട്ടൻ നല്ലൊരു കളിക്കാരനായിരുന്നു. അങ്ങനെ കടങ്ങോട് ടീമിൻ്റെ പഴയ കാലത്തും പുതിയ കാലത്തൊക്കെ വലിയ നല്ല കളിക്കാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ കൂടുതൽ ഫുട്ബോളും അവിടെ ക്രിക്കറ്റും ഉണ്ടായിരുന്നു. ക്രിക്കറ്റിൽ നിന്ന് അവിടെ മണ്ടംപറമ്പ് അതുപോലെ തന്നെ കടങ്ങോട് ഭാഗങ്ങളിൽ നിന്ന് നല്ല ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരൊക്കെ കൂടി ക്രിക്കറ്റ് എരുമപ്പെട്ടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കളിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു ശാസ്ത്ര ശർമ്മേനൊക്കെ ഞാൻ ഓർക്കുന്നു. ശാസ്ത്ര ശർമ്മ നല്ലൊരു കളിക്കാരനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കൂടെ, അദ്ദേഹം ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിക്കറ്റ് നല്ല വശമായിരുന്നു. ഞങ്ങളുടെ കൂടെ അദ്ദേഹം ക്രിക്കറ്റൊക്കെ കളിക്കാനുണ്ടായിട്ടുണ്ട്. അതൊരു നല്ല അനുഭവമായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയാരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയും നല്ല കളിക്കാരുണ്ടായിരുന്നു. അവിടെ ഒരു ജോണി എന്ന് പറഞ്ഞ കളിക്കാരനും പിന്നെ ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചിരുന്ന ഒരു ജോസേട്ടനും, ഇവരൊക്കെ അന്നത്തെ മികച്ച കളിക്കാരായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്ര ചെയ്ത നമ്മൾ തൊട്ടടുത്ത സ്റ്റോപ്പായിട്ടുള്ള നെല്ലുവായി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. നെല്ലുവായി അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് പോകാം നേരെ. അപ്പോൾ നമ്മൾ നെല്ലുവായിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് അവിടുന്ന് ഒരു പഴയ കാലത്തെ ഒരു ഫുട്ബോളർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എരുമപ്പെട്ടി സ്കൂളിലെ പഴയ കാലത്തെ ഒരു ഫുട്ബോൾ താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജനാർദ്ദൻ എന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തെ നെല്ലുവായി ജനാർദ്ദനൻ എന്നാണ് പറയാറ്. അദ്ദേഹം നല്ല കളിക്കാരനായിരുന്നു. അദ്ദേഹം നല്ല കളിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി കിട്ടി. തുടർന്ന് അയാൾ അവിടുത്തെ കളിക്കാരായിട്ട് മാറി.
അങ്ങനെ നമ്മൾ നെല്ലുവായിൽ നിന്ന് യാത്ര തുടർന്നു. നെല്ലുവായിൽ നിന്ന് അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വടക്കാഞ്ചേരി ദശയിലേക്ക്, വടക്കാഞ്ചേരി ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അടുത്ത് നമ്മൾ എത്തുന്നത് കുണ്ടന്നൂരാണ്. കുണ്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുണ്ടന്നൂർ ക്രിസ്ത്യൻ പള്ളിയുടെ അടുത്ത് ഏതാണ്ട് അതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു പാടമുണ്ട്. അവിടെ എല്ലാ വർഷവും അവർ അന്നത്തെ കാലത്ത് സെവൻസ് ഫുട്ബോൾ നടത്താറുണ്ട്. അപ്പോൾ അവിടെ കുണ്ടന്നൂർ സിറ്റിയിൽ 2 പ്രധാനപ്പെട്ട കളിക്കാരുണ്ടായിരുന്നു. പഴയ കാലത്ത് അവിടെ പഴയ കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് അവരങ്ങനെ ആദ്യം മത്സരിക്കാനൊന്നും പോയിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് വന്നതോട് കൂടിയിട്ട് അവിടെ കുറച്ച് കളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട 2 കളിക്കാരുണ്ടായിരുന്നു. അവരുടെ ഒരാളുടെ പേര് ജോസ് എന്നാണ്. അദ്ദേഹം നല്ലൊരു കളിക്കാരനായിരുന്നു. ബാക്ക് സൈഡിൽ കളിച്ചിരുന്ന ബാക്കായിരുന്നു അദ്ദേഹം കുണ്ടന്നൂർ ടീമിനേക്കാട്ടിലും അധികം കളിച്ചിട്ടുള്ളത് അദ്ദേഹം വടക്കാഞ്ചേരി ടീമിനാണ്. അപ്പോൾ ജോസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരാൾ നല്ല കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം. ഇവരുണ്ടായിരുന്നു കുണ്ടന്നൂർ ഭാഗത്തു നിന്നുള്ള അന്നത്തെ കളിക്കാർ. അതിൽ ജോസ് എന്ന് പറഞ്ഞ ആൾ എന്നെക്കാട്ടിലും 2 വർഷം സീനിയർ ആയിട്ടുള്ള ആളാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വടക്കാഞ്ചേരിയിലെത്തും. വടക്കാഞ്ചേരി എത്തുന്നതിന് മുന്നേ കുണ്ടന്നൂരിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ വരവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ വരവൂർ ഭാഗത്തു നിന്ന് ഒരു കളിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് AB ശങ്കരൻ എന്നായിരുന്നു. ആവശ്ശേരി ബാലേട്ടൻ മകൻ ശങ്കരൻ. അദ്ദേഹം കേരളവർമ്മ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ ഞങ്ങളുടെ അവിടെയൊക്കെ എരുമപ്പെട്ടി ഗ്രൗണ്ടിലൊക്കെ വന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം പിന്നീട് കേരളവർമ്മ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം വെറ്ററൻസ് അത്ലറ്റിക് മീറ്റിലൊക്കെ പങ്കെടുത്ത്, നാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്ത്, വയസ്സായവരുടെ അത്ലറ്റിക് മീറ്റിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ വിജയം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് AB ശങ്കരേട്ടൻ. അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വരവൂരാണ്. അങ്ങനെ നമ്മൾ കുണ്ടന്നൂരിൽ നിന്ന് നേരെ നമ്മൾ ഇവിടേക്ക് ചെല്ലണം, വടക്കാഞ്ചേരി ചെല്ലണം. വടക്കാഞ്ചേരിയിൽ ഭയങ്കര ആവേശമുള്ള ഫുട്ബോൾ ടീമുണ്ടായിരുന്നു. അവർ കുണ്ടന്നൂരിൽ നിന്ന് ജോസിനേക്ക് കൂട്ടും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരെയും കൂട്ടും. പക്ഷേ അവരുടെ ഗോൾ കീപ്പർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു റഷീദ് എന്ന് പറഞ്ഞ ആളാണ് അവരുടെ ഗോൾ കീപ്പറായിരുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ അവരുടെ എല്ലാ കളികളിലും അവരെന്നെ നയിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അവിടെ ഒരു സലൂൺ നടത്തിയിരുന്ന ഒരു ശശിയേട്ടനാണ്. ശശിയേട്ടൻ അധികം സൈസൊന്നുമില്ല ആൾ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മെസ്സിയുടെ സൈസ് അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷെ അയാൾ വളരെ ഗംഭീരമായിട്ട് കളിച്ചുമായിരുന്നു. അങ്ങനെ മിക്കവാറും വലിയ വലിയ ടീമുകളെയൊക്കെ അട്ടിമറിക്കാൻ കെൽപ്പുണ്ടായിരുന്നൊരു കളിക്കാരനായിരുന്നു ഈ ശശിയേട്ടൻ. പ്രിൻസ് ശശി എന്നാണ് വിളിക്കുക. പ്രിൻസ് സലൂണിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു ശശിയേട്ടൻ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ റഷീദ് ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ. പിന്നെ വ്യാസ കോളേജിൽ പഠിച്ചിരുന്ന ഒരു തോമസ് ഉണ്ടായിരുന്നു, അത് അവരുടെ കളിക്കാരനാണ്. അതുപോലെ വ്യാസ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന ബഷീർ നല്ലൊരു അത്ലറ്റായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വടക്കാഞ്ചേരി ടീമിൻ്റെ ഒരു കളിക്കാരനായിരുന്നു, വലിയ ഓട്ടക്കാരനായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ടുള്ള ഒരു ജയൻ, ഇവരെല്ലാവരും അന്ന് വടക്കാഞ്ചേരി ടീമിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നെ വടക്കാഞ്ചേരി ടീമിൽ അധികവും പുറമേ നിന്നുള്ള ആളുകളാണ് ഉണ്ടാവാറ്. വടക്കാഞ്ചേരിക്കാർ വളരെ കുറവായിരുന്നു പതിവ്. പിന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഷൊർണൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചെറുതുരുത്തിയിൽ ശരിക്കും പറഞ്ഞാൽ ചെറുതുരുത്തി ഷൊർണൂർ ഭാഗം ഫുട്ബോളിൻ്റെ ഒരു ഖനിയായിരുന്നു. അവർ ഒരു ട്രഷറായിട്ടുള്ള ഫുട്ബോൾ കളിക്കാരുടെ ഒരു ട്രഷറായിരുന്നു. ട്രഷർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ട്രഷറിന്ന് ഒരു കലവറ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് പറയാം. അതാണ് ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലം. ചെറുതുരുത്തി അതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഷൊർണൂർ. രണ്ടും
ഷൊർണൂർ പാലക്കാട് ജില്ലയാണ്. എന്നാലും ഇവർ അടുത്തടുത്ത സ്ഥലങ്ങളായതുകൊണ്ട് ഞാൻ അവരെ ചേർത്തിട്ട് പറയാം. അവരിൽ സെവൻസ് കളിക്കാരിൽ അന്നത്തെ കാലത്ത് ഏത് ജില്ല എടുത്താലും സെവൻസ് കളിയിലെ രാജാവ് ഒരു കിങ് ഉണ്ടായിരുന്നു അവിടെ. സെവൻസ് കളിയിലെ അദ്ദേഹം ഏത് സെവൻസ് ടൂർണമെൻറ്റിലും അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ട് ഇറങ്ങുന്ന ടീമുകൾക്ക് ഭയങ്കര തലവേദനയായിരിക്കും. അദ്ദേഹത്തിന് എല്ലാ ടീമുകളും ഭയന്നിരുന്നൊരു കളിക്കാരാണ്. അദ്ദേഹത്തിൻ്റെ പേര് റാവു എന്നാണ്. ഷൊർണൂർ റാവു ഇറങ്ങണമെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും ഒന്ന് പേടിക്കും. അതാണ് ആ ഭാഗത്തെ ഏറ്റവും സ്റ്റാറായിട്ടുള്ള കളിക്കാരനായിരുന്നു ഷൊർണൂർ റാവു. പിന്നെ ആ ഭാഗത്ത് മദ്രാസ് ഹീറോസിന് കളിച്ചിരുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുരുകേശൻ എന്നായിരുന്നു. അയാളും ഗംഭീര കളിക്കാരനായിരുന്നു. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു സന്തോഷമുണ്ടായിരുന്നു. അധികം പൊക്കൊന്നുമില്ല, പക്ഷേ ഹൈ സ്പീഡ് കളിക്കാരനായിരുന്നു. ഈ മുരുകേശനും സന്തോഷവും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നീട് അവർക്ക് റെയിൽവേയിൽ ഉദ്യോഗം കിട്ടി. സന്തോഷ് ഷുവറായിട്ടും റെയിൽവേയിലാണ്. ഞാൻ അയാളെ തന്നെ റെയിൽവേയിൽ കണ്ടിട്ടുണ്ട്. മുരുകേശൻ പക്ഷേ ഷൊർണൂർ ഡിവിഷനിൽ ആയിരുന്നില്ല എന്ന് തോന്നുന്നു, വേറെ ഏതോ സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ രണ്ട് കളിക്കാരുണ്ടായിരുന്നു. പിന്നെ അവരുടെ ശശി, അതുപോലെ തന്നെ അവരുടെ ഹസൻ, അവിടെ ഉണ്ടായിരുന്നു ഒരു റഷീദ്, അവിടെ ഒരു ഹസൻ ഉണ്ടായിരുന്നു. അങ്ങനെ പാലം കടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ചെറുതുരുത്തി ടീമുണ്ട്. ചെറുതുരുത്തി ടീമിൻ്റെ എല്ലാവരും നമ്മൾ സങ്കടപൂർവ്വം ഓർക്കേണ്ട ഒരു കളിക്കാരുണ്ടായിരുന്നു. ചെറുതുരുത്തി ടീമിൻ്റെ സ്റ്റാർ കളിക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാണ്ട് ഒരു 3 വർഷം സീനിയറാണ് അയാൾ. അയാൾ മിക്കവാറും എല്ലാ എരുമപ്പെട്ടിയിലുൾപ്പെടെ എല്ലാ ടൂർണമെൻറ്റുകളിലും കളിച്ചിട്ടുള്ള ഒരു കളിക്കാരനാണ്. പിന്നീട് കേരളവർമ്മ ടീമിലും കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാജഹാൻ. അദ്ദേഹം മിക്കവാറും എല്ലാ ടൂർണമെൻറ്റുകളിലും, ജില്ലയിലെ എല്ലാ ടൂർണമെൻറ്റുകളിലും പാലക്കാടും തൃശ്ശൂരും കൊച്ചിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1979 മത്സരിക്കാൻ വന്നതിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആളായിരുന്നു. ചെറുതുരുത്തിയിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള കളിക്കാരനായിരുന്നു ഷാജഹാൻ. അവർക്കാണ് 2ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ ഷാജഹാൻ നല്ല കളിക്കാരനാണ്. അദ്ദേഹം പിന്നീട് കോളേജിലൊക്കെ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി. അദ്ദേഹം കേരളോർമ്മയിൽ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മിക്കവാറും ഈ തൃശ്ശൂർ അതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന എല്ലാ ജില്ലകളിലും അദ്ദേഹം സെവൻസ് കളിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അസുഖം വന്നത്, അദ്ദേഹം പിന്നെ മരണപ്പെട്ടതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാനായിട്ടൊക്കെ വളരെ അടുപ്പുണ്ടായിരുന്ന കളിക്കാരനായിരുന്നു. എൻ്റെ സീനിയറായിരുന്നു. വളരെ താല്പര്യമുള്ളൊരു കളിക്കാരനായിരുന്നു. അദ്ദേഹം കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷൊർണൂർ ചെറുതുരുത്തി ടീമിൻ്റെ കളിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല ഓളായിരുന്നു. പിന്നെ ചെറുതുരുത്തി ടീമിൽ ഒരു ബാലേട്ടൻ ഉണ്ടായിരുന്നു, 2 ബാലേട്ടന്മാരുണ്ടായിരുന്നു. ഒരാൾ വെളുത്ത ബാലേട്ടൻ, പിന്നെ ആൾ ഇത്തിരി കറുത്തിട്ടുള്ള ആൾ. അപ്പം ഞങ്ങൾ ഫുട്ബോൾ ആസ്വാദകർ ഈ 2 ബാലേട്ടന്മാരും നന്നായി കളിക്കും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി കറുത്ത ബാലേട്ടനെന്നും വെളുത്ത ബാലേട്ടനെന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹസനുണ്ട്. പിന്നെ ഒരു കലാമുണ്ടായിരുന്നു, ഒരു പെൻസിൽ പോലുള്ള കളി. അയാൾ ഭയങ്കര കളിക്കാരനായിരുന്നു, കലാം. അതുപോലെ തന്നെ പിന്നീട് ഷാജഹാൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അയാളും കളിക്കാരനായിരുന്നു. പക്ഷേ ഷാജഹാൻ്റെ അതുപോലെ അത്ര ഇതിലെത്താൻ പറ്റിയില്ല. അപ്പോൾ ഹസൻ, റഷീദ്, ഷാജഹാൻ, കറുത്ത ബാലേട്ടൻ, വെളുത്ത ബാലേട്ടൻ, പിന്നെ അവരുടെ ഗോൾ കീപ്പർ ഒരു തന്നെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഞാൻ ഓർക്കണില്ല, ജയൻ എന്ന മറ്റാണ്. ജയനാണോ സുരേന്ദ്രനാണോ എന്നറിയില്ല, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ മിക്കവാറും എല്ലാ വീടുകളിലും
ഒരു ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ചെറുതുരുത്തി. അത് കഴിഞ്ഞ് നമ്മൾ ചെറുതുരുത്തിയിൽ നിന്ന് മടങ്ങി വടക്കാഞ്ചേരി എത്തി. വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വടക്കാഞ്ചേരി വ്യാസ കോളേജിലെ സ്റ്റോപ്പിൽ നമ്മൾ എത്തുകയാണ്. ആ സ്റ്റോപ്പിലെത്തുമ്പോൾ നമ്മൾ ഒരാളെ ഓർക്കേണ്ടതുണ്ട്. വടക്കാഞ്ചേരി വ്യാസ കോളേജിലെ സ്പോർട്സിൻ്റെ അധ്യാപകനായിരുന്ന നാരായണ നമ്പൂതിരി സാറ്. ഞാനവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട MP രാധാകൃഷ്ണനൊക്കെ ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള. അപ്പോൾ അവിടുത്തെ നാരായണ നമ്പൂതിരി സാറ് അവിടുത്തെ സ്പോർട്സിൻ്റെ അധ്യാപകനായിരുന്നു. എല്ലാവരും പിടിച്ച് സ്പോർട്സിൽ പങ്കെടുപ്പിക്കും. ഞാനും അവിടെ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അത്ലറ്റിക്സിലായിരുന്നു അന്ന് അവിടെ പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ നല്ലപോലെ അറിയുന്ന മാഷായിരുന്നു നാരായണ നമ്പൂതിരി സാറ്. തലശ്ശേരി ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. കണ്ണൂർ തലശ്ശേരി ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഔദ്യോഗികപരമായിട്ട് പോയിട്ടുണ്ട്. റബ്ബർ ബോർഡിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ റബ്ബർ തോട്ടം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗത്ത് പോയപ്പോൾ സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് സാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വ്യാസ കോളേജിൽ നമ്മളും മടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അത്താണി നമ്മളെത്തുന്നു. അത്താണിയിൽ നിന്ന് നമ്മൾ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. വടക്കാഞ്ചേരി തൃശ്ശൂർ റൂട്ടിൽ തിരൂർ നമ്മളെത്തുന്നു. തിരൂർ അന്നത്തെ കാലത്ത് ഫുട്ബോള് ധാരാളം വലിയൊരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. MSC ഫുട്ബോൾ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് അന്നത്തെ കാലത്ത് നടന്നിരുന്നു. അതിൽ അവർ പൈസയൊക്കെ കൊടുത്ത് പുറമേ നിന്നൊക്കെ വലിയ ടീം, സെവൻസ് ടീമുകളൊക്കെ വന്ന് കളിച്ചിരുന്നതാണ് തിരൂർ ഗ്രൗണ്ടിൽ. അപ്പോൾ അതിലൊരു മത്സരം ഞങ്ങൾ പണ്ടത്തെ കാലത്ത് കാണാൻ പോയിട്ടുണ്ട്. അവിടെ പോത്തന്നൂർ സെവൻസ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരടുത്ത് പോത്തന്നൂർ എന്ന് വരുന്ന പോത്തന്നൂർ സെവൻസ് എന്ന് പറഞ്ഞ ടീം അവിടെ പങ്കെടുക്കാറുണ്ട്. അവർ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണ് കളിക്കുക. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്ന കളിക്കാരുണ്ടായിരുന്നു അതിൽ പോത്തന്നൂർ സെവൻസിൽ. അതിലൊരാൾ അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, രാമയ്യ പോസ്റ്റിൽ പണ്ണടാ. ഞങ്ങൾ എല്ലാവരും കളി കണ്ടിരുന്ന ആളുകൾക്ക് ഭയങ്കര ഒട്ടിച്ചിരിയും കയ്യടിയായിരുന്നു പോത്തന്നൂർ സെവൻസ്. അവർ ആ ടൂർണമെൻറ്റ് വളരെ വിജയകരമായിട്ട് നടത്തുന്നുണ്ടായിട്ടുണ്ട്. അതിൽ ചില കളികളൊക്കെ ഞങ്ങൾ എരുമപ്പെട്ടിയിൽ നിന്ന് പോയി കണ്ടിട്ടുണ്ട്. അതിൽ അങ്ങനെ അന്നത്തെ കാലത്ത് നമ്മൾ പിന്നീട് വന്ന ജോപ്പൊളഞ്ചേരി ഒന്നും അന്ന് ഒന്നുമില്ല, അവരൊക്കെ കുട്ടികളാണ്. അന്ന് ആ ടൂർണമെൻ്റ് അവിടെ ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് അവിടെ ആവേശം ഉണ്ടാവുകയും അവിടുന്ന് ജോപ്പൊളഞ്ചേരിയെ പോലെയുള്ള കളിക്കാരൊക്കെ ഉണ്ടായത്. അവരുടെ അവിടുത്തെ ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് പോർട്ട് ട്രസ്റ്റിന് കളിച്ചിരുന്ന KM ബാസി എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ കളിക്കാരനായിരുന്നു. KM ബാസി ചേട്ടൻ നല്ലൊരു കളിക്കാരനായിരുന്നു. പിന്നെ അതിനെക്കാട്ടിൽ തിരൂർ ടീമിൽ ഉണ്ടായിരുന്ന വേറൊരു കളിക്കാരുണ്ടായിരുന്നു. നല്ല പൊക്കത്തിൽ മിന്നലോട്ടക്കാരനായിരുന്നു അയാൾ. ഹൈ സ്പീഡ് 100 മീറ്റർ ഓടും. അദ്ദേഹത്തിൻ്റെ നാഷണൽസിലൊക്കെ എന്തോ സ്കൂൾസ് നാഷണൽസിലൊക്കെ ട്രോഫി കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഫുട്ബോളിലും ഭയങ്കര കളിക്കാരനായിരുന്നു. അദ്ദേഹം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ പോകും. ഹൈ സ്പീഡ് വെച്ചിട്ട് അദ്ദേഹം ഭയങ്കര കളി കളിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ദേവസി എന്നായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പ്ലാക്കൽ ദേവസി എന്ന് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണെന്ന് തോന്നുന്നു പ്ലാക്കൽ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്ലാക്കൽ ദേവസി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം എരുമപ്പെട്ടിയിലൊക്കെ ഒന്ന് കളിക്കുകയുണ്ടായിട്ട് തിരൂർ ടീമിന് വേണ്ടി കളിക്കാറുണ്ടായിരുന്നു പ്ലാക്കൽ ദേവസി. നല്ല കളിക്കാരനാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോർട്ട് ട്രസ്റ്റിൻ്റെ കളിച്ചിരുന്ന ബാസി. അതുപോലെ തന്നെ നിരവധി ചെറിയ കളിക്കാരൊക്കെ വേറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഉള്ള ഒരു കളിക്കാരുണ്ടായിരുന്നു, 2 കളിക്കാരുണ്ടായിരുന്നു അവിടെ തിരൂർ. പിന്നീട് വന്ന 2 കളിക്കാരുണ്ടായിരുന്നു. അത് ഒരാളുടെ പേര് മൈക്കിൾ എന്നും വേറൊരാൾ ആ മാഷിൻ്റെ മകൻ, ഒരു മാഷുണ്ടായിരുന്നു തിരൂർ, അദ്ദേഹത്തിൻ്റെ മകൻ ആൻഡോ എന്നും. അപ്പോൾ ഈ മൈക്കിളും ആൻഡോയും ഒരേ
ഒരേ ഏജുകാരാണ്. അവരൊന്നിച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഒക്കെ കളിക്കും. പക്ഷേ പ്ലാക്കൽ ദേവസ്യേട്ടൻ അതിന് മുന്നത്തെ തലമുറയിൽ ഉള്ള ആളാണ്. പ്ലാക്കൽ ദേവസ്യേട്ടനും അതുപോലെ തന്നെ പോർട്ടസിൽ കളിച്ചിരുന്ന വാസിയേട്ടനൊക്കെ. പിന്നെ തിരൂരിൽ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരൂർ എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. തിരൂരിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, കോഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ കോഞ്ചേരി റോഡ് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് അവർ ഫുട്ബോൾ ടീമിനെ ഇറക്കുമായിരുന്നു. അവർ കുണ്ടന്നൂരും എരുമപ്പെട്ടിയും അതുപോലെ തന്നെ പന്നിത്തടവും ഒക്കെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമായിരുന്നു. കോഞ്ചേരി റോഡ് എന്നുള്ള പേരിൽ അവരധികം കുണ്ടന്നൂരാണ് കളിച്ചിട്ടുള്ളത്. കുണ്ടന്നൂരത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കോഞ്ചേരി റോഡ് എന്ന് പറഞ്ഞ ലേബലിൽ അന്ന് കോഞ്ചേരി റോഡിൽ ഒരു കളിക്കാരുണ്ടായിരുന്നു. അയാളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ജയന്നോ അല്ലെങ്കിൽ അങ്ങനെ പേരുള്ള ഒരു കളിക്കാരനാണ്. നല്ല കളിക്കാരനായിരുന്നു. പിന്നെ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ടായിരുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. അയാൾ അതിൻ്റെ അടുത്ത് ആട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു നാരായണേട്ടൻ, എക്സൈസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു നാരായണേട്ടൻ ഉണ്ടായിരുന്നു. അയാൾ കോഞ്ചേരി റോഡിൽ കളിക്കാറുണ്ടായിരുന്നു. അയാൾ ബാക്കായിരുന്നു, ശക്തനായിട്ടുള്ള ബാക്കായിരുന്നു. പിന്നെ കോഞ്ചേരി റോഡുകാർ അവർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ബോംബെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ കളിച്ചിരുന്ന കളിക്കാരുണ്ടായിരുന്നു. ഒരു സലീമും. ഈ സലീമിനൊക്കെ അവർ കൊണ്ടുവന്നിട്ട് കുണ്ടന്നൂരും അതുപോലെ തന്നെ പല സെവൻസിലൊക്കെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോഞ്ചേരി റോഡ് നല്ല പ്രകടനം നടത്തിയ ഒരു ടീമാണ്. അങ്ങനെ കോഞ്ചേരി റോഡിലത്തെ അതിന് സബർബ്സായിട്ടുള്ള കളിക്കാരെ പറയുമ്പോൾ നമ്മൾ ആളുകളൊക്കെ പറഞ്ഞു. ഈ ആട്ടൂരിൻ്റെ കാര്യം പറഞ്ഞു, നാരായണേട്ടൻ. അതുപോലെ തന്നെ ആട്ടൂരിൻ്റെ അടുത്ത് വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, ഒരു കളിക്കാരനായിരുന്നു. അയാളുടെ പേര് ആൻ്റണി എന്നായിരുന്നു, ആട്ടൂർ ആൻ്റണി. അയാളുടെ ബന്ധുക്കാരെല്ലാം എരുമപ്പെട്ടി ഉണ്ടായിരുന്നു. അയാൾ അതുകൊണ്ട് എരുമപ്പെട്ടി ടീമിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. ആട്ടൂർ ആൻ്റണി നല്ലൊരു ഫോർവേഡായിരുന്നു. അതിൽ ആട്ടൂരത്തെ എക്സൈസിലെ നാരായണേട്ടൻ നല്ല ഇത്തിരി 1-1.5 ഡിഫൻഡറായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോന്നു, മുളന്തുന്നാന്ന് പോന്ന് നമ്മൾ ഇവിടുന്ന് തിരൂരിൽ നിന്ന് വന്ന് അവസാനം നമ്മൾ പാടുകാട് എത്തി. പാടുകാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നേരത്തെ ചെറുകുത്തിയുടെ കഥ പറഞ്ഞ പോലെ അവിടെയും ഫുട്ബോൾ കളിക്കാരുടെ ഒരു കലവറയായിരുന്നു പാടുകാട്. പണ്ട് റൂറൽ കോച്ചിങ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ എരുമപ്പെട്ടിയിൽ ഫുട്ബോളിൽ വന്നപ്പോൾ അവിടെ RCC രാമോർമോരം എന്ന് പറഞ്ഞ ലേബലിൽ ഈ പാടുകാട്ടത്തെ കളിക്കാരൊക്കെ വന്ന് അവിടെ കളിക്കണ്ടായി. അതിൽ ഒരു വീട്ടിലെ 4 കളിക്കാർ അന്ന് ഇറങ്ങണ്ടായി. പാടുകാടിനെ കുറിച്ച് ആദ്യം ഓർമ്മ വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പാടുകാടിൻ്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കളിക്കാരൻ നിന്ന് 79, 78, 79, 80 കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത്. 80-ലാണ് ഞാൻ അവരുടെ കളി കാണുന്നത്. അവർ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കളിക്കാരൻ എന്ന് പറഞ്ഞിരുന്നത് പോലീസിലുണ്ടായിരുന്ന പോലീസ് വിൽസേട്ടനാണ്. ഈ പോലീസ് വിൽസേട്ടൻ വലിയൊരു ഫോർവേഡായിരുന്നു. ഏത് ടീമിനെതിരെയും അയാൾ ഗോളടിക്കും. അയാൾ ഒരു 5-8 വർഷത്തിന് ശേഷം വളരെ പ്രായമായിട്ട് വന്നിട്ട് വരെ അവർ എരുമപ്പെട്ടിയിൽ വന്ന് ഗോളടിച്ച് കപ്പ് കൊണ്ടുപോയിട്ട്. അപ്പോൾ വിൽസൺ ചേട്ടൻ അന്നത്തെ ബെസ്റ്റ് കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ടാണ് അന്ന് 80-ൽ RCC രാമോർമോരം കപ്പ് കൊണ്ടുപോയത്. അന്ന് അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാജഹാൻ്റെ ചെറുതുരുത്തീനെ, ഈഗിൾസ് ചെറുതുരുത്തീനാണ് തോൽപ്പിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഇത്തിരി പൂച്ചക്കണ്ണ് പോലെയുള്ള ഒരാളുണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ താടി വെച്ചിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ എന്നാണ്. അദ്ദേഹം നല്ല കളിക്കാരനായിരുന്നു. പിന്നെ വേറൊരു കളിക്കാരനും കൂടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരാൾ കളിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും താഴെ വേറെ അനിയുണ്ടായിരുന്നു. അയാൾ പിന്നീട് കേരള ടീമിനൊക്കെ കളിച്ച ആളാണ്, ഒരു സന്തോഷ് എന്ന് പറയുന്നത്. അത് ഈ വിൽസൺ ചേട്ടൻ്റെ ഏറ്റവും താഴെയുള്ള അനിയനാണ്. അപ്പോൾ വിൽസൺ ചേട്ടൻ്റെ ടീം, പാട്ടുകാട്ടത്തെ ടീം, വിൽസൺ ചേട്ടൻ, മോഹനേട്ടൻ, പിന്നെ താടി വെച്ചിട്ടുള്ള ഒരു പീറ്റർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മോഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അതായത് പാടുകാട് സെൻറ്ററിൽ കച്ചവടം നടത്തുന്ന മോഹി എന്ന് പറഞ്ഞ ഒരു കളിക്കാരുണ്ടായിരുന്നു. ഹൈ സ്പീഡ് കളിക്കാരനായിരുന്നു.
അതുപോലെ തന്നെ വേറെയും കളിക്കാരൊക്കെ അന്നുണ്ടായിരുന്നു. അവരുടെ ഗോൾ കീപ്പറായിട്ട് ആദ്യം വന്ന് 1950 അവർ വരുമ്പോൾ അവരുടെ ഗോൾ കീപ്പറായിട്ട് ആദ്യത്തെ ദിവസം ഇറങ്ങിയത് ബാബു എന്ന് പറഞ്ഞ ഒരു കളിക്കാരനാണ്. അയാൾ ഹോക്കി കളിക്കാരനായിരുന്നു. പക്ഷേ അയാൾ ഇറങ്ങി അയാൾ കളി തീരാറാവുമ്പോഴേക്കും അയാൾക്ക് പരിക്കേറ്റിട്ട് എല്ലാവരും കൂടി അയാളെ താങ്ങി പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ പകരക്കാരനായിട്ട് വേറൊരു കളിക്കാരൻ ഇറങ്ങി. പാടുകാട് ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് പിന്നീട് പഴയ വേറൊരു കളിക്കാരൻ ഇറങ്ങി. അപ്പം ഞങ്ങൾ കരുതിയത് ബാബുവേട്ടനാണ് ഒന്നാമത്തെ കളിക്കാരനെന്നും ഈ രണ്ടാമത്തെ ഇറങ്ങിയ കളിക്കാരൻ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ രണ്ടാമത് ഇറങ്ങിയ ഗോളിയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഫുട്ബോൾ ഗോളി. ആദ്യം ഇറങ്ങിയത് ഹോക്കിയുടെ ഗോളിയായിരുന്നു. ഈ രണ്ടാമത് ഇറങ്ങിയ ഗോൾ കീപ്പറാണ് പിന്നീട് തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ അറിയപ്പെട്ടിരുന്ന സെവൻസ് ഫുട്ബോളിൽ അറിയപ്പെട്ടിരുന്ന സെവൻസിലാണ് കേട്ടോ അറിയപ്പെട്ടിരുന്ന ബെസ്റ്റ് ഗോളി എന്നറിയപ്പെട്ടിരുന്ന ശാന്തേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിച്ചത് അദ്ദേഹം. അങ്ങനെ ആ കൊല്ലം അവർ കിരീടം നേടി. അപ്പോൾ അതാണ് പാടുകാട് ടീം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ ചെല്ലുന്നു. തൃശ്ശൂർ ടൗണിൽ അവിടെ ത്രിവത്സര കോച്ചിങ് ക്യാമ്പ് എന്നാണ് അവിടെ ആ കാലഘട്ടത്തിൽ അതിന് ശേഷം നടക്കേണ്ടായിട്ട് 80ൻ്റെ തുടക്കത്തിൽ. അതിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ നിങ്ങളറിയാം. IM വിജയൻ, അതുപോലെ തന്നെ വേറെയും കുറേ കളിക്കാർ പങ്കെടുത്തു. കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് CA ലിസ്റ്റൻ, അളകപ്പ നഗറുകാരനായ CA ലിസ്റ്റൻ. ഇപ്പോൾ അവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ പല ഭാഗങ്ങളിലും വലിയ കളിക്കാരുണ്ട്. അത് ഈ എപ്പിസോഡിൽ തീരില്ല. ഞാൻ പിന്നീട് തൃശ്ശൂർ ടൗണിന് വേറെ ഒരു ഇത് നടത്താം, വേറെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തൃശ്ശൂർ ടീമിനെ കുറിച്ചിട്ട് പറയാം. പിന്നീട് നമ്മൾ അവിടുന്ന് പോവുകയാണെങ്കിൽ, തൃശ്ശൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ അപ്പോൾ തൃശ്ശൂർ ടൗണിൽ ഉള്ള കളിക്കാരെ കുറിച്ച് ഞാൻ വേറെ സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. അത് കണ്ടമാനം കളിക്കാരുള്ളതാണ്, അത് വേറെ പിന്നെ പറയാം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒല്ലൂരെത്തിക്കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഒരു കലവറയാണ്. അവിടെ ഒല്ലൂർ യൂത്ത് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു. അവർ എല്ലാ സെവൻസിൽ പോവുകയും അതിലൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്ന കളിക്കാരാണ്. വലിയൊരു ഗംഭീരമായിട്ട് ഫുട്ബോൾ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഒല്ലൂർ എത്തുമ്പോൾ ഞങ്ങളുടെ ഫുട്ബോൾ ഗുരുവിനെ ഓർക്കുകയാണ്. ഒല്ലൂരാണ് ഞങ്ങളുടെ എരുമപ്പെട്ടിയിലുള്ള ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ഗുരുവുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ബേബി സാർ എന്നാണ്. അദ്ദേഹം സ്പോർട്സ് അതോറിറ്റിയുടെ ഒരു കോച്ചായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം കോച്ചിങ് കൊടുത്തിരുന്നു. അങ്ങനെ അയാൾ എരുമപ്പെട്ടിയിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും കോച്ചിങ് നടത്തി. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് ക്യാമ്പിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഫുട്ബോളിനോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ മകനെ പെലെ എന്നുള്ള പേരാണ് ഇട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഒല്ലൂർ യൂത്ത് സെൻറ്ററിൽ ഇറങ്ങിയിട്ടുള്ള കളിക്കാർ. അതിൽ പ്രധാനപ്പെട്ട കളിക്കാർ സെവൻസിലും എല്ലാത്തിലും ശോഭിച്ചിരുന്നത്, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ശോഭിച്ച ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. അതിൽ ഫ്രാൻസിസ് അക്കര, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോസ് അക്കര, പിന്നെ ഒരു വർഗീസ് ഏട്ടൻ, പിന്നെ കേരളവർമ്മ കോളേജിന് വേണ്ടി ബാക്ക് കളിച്ചിരുന്ന സുമുഖനും സുന്ദരനൊക്കെ ആയിരുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബേബി, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കടവി എന്നാണ്. അദ്ദേഹം തൃശ്ശൂർ ടീമിനും യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു യാത്രക്കിടയിൽ
ഒരു ബസ് യാത്രയ്ക്കിടയിൽ ഫ്രണ്ടിലിരുന്ന അദ്ദേഹം ഉറങ്ങുന്നതിന് വേണ്ടി ഏറ്റവും ബാക്കിലേക്ക് വരികയും അങ്ങനെ ബാക്കിലൊരു വണ്ടിയൊന്നും ഇടിച്ച് അങ്ങനെ ആണ് അദ്ദേഹം മരണപ്പെട്ടത്. നല്ല ഗംഭീര കളിക്കാരനായിരുന്നു. കുറേ ശേഷമാണ് മരിച്ചത്. എന്നാലും അദ്ദേഹം കളിക്കുന്ന കാലത്ത് നല്ലൊരു കളിക്കാരനായിരുന്നു. പിന്നെ അവരുടെ ഫോർവേഡ് നിരയിൽ 2 സഹോദരന്മാർ കളിച്ചിരുന്നു. അതിൻ്റെ ഒരാളുടെ പേര് സണ്ണിന്നും മറ്റേ ആൾ അയാളുടെ ചേട്ടൻ ഇട്ടിന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ ടീമിൽ അപൂർവം ചിലപ്പോൾ അവർ ആൻഡോ എന്ന് പറഞ്ഞൊരു കളിക്കാരനെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടീമിൽ ലോറൻസ് എന്ന് പറഞ്ഞൊരു കളിക്കാരനൊക്കെ വല്ലപ്പോഴൊക്കെ വന്ന് ഗസ്റ്റായിട്ട് കളിക്കാറുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അളകപ്പ നഗർ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെയും കുറേ കളിക്കാരുണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരൻ നിന്ന് നമ്മൾ ഓർക്കുന്നത് കേരള കോളേജിൽ പഠിച്ചിരുന്ന, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയ്ക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള അങ്ങേരുടെ പേര് സോളി സേവിയർ എന്നായിരുന്നു. നല്ല കളിക്കാരൻ, ഹൈ സ്പീഡ് കളിക്കാരനായിരുന്നു. ഒരു ടോട്ടൽ ഫുട്ബോളിൻ്റെ ഒരു വ്യക്തിയായിരുന്നു സോളി സേവിയർ. അതുപോലെ തന്നെ അളകപ്പ നഗറിലെ ഒരു കളിക്കാരനായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ത്രിവത്സര ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന കേരള പോലീസിലൊക്കെ കളിച്ച CA ലിസ്റ്റൻ. അതുപോലെ തന്നെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ സെൻറ്റ് തോമസിൽ പഠിച്ചിരുന്ന ഒരു PP ജോസ് ഉണ്ട്, പൂക്കോടൻ ജോസ്. അവനായിരുന്നു അളകപ്പ നഗർ ടീമിൻ്റെ ഗോൾ കീപ്പർ. അങ്ങനെ അളകപ്പയിൽ നിന്ന് അളകപ്പ നഗറിൽ നമ്മൾ തിരിച്ചു വന്ന് എറണാകുളം റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ചാലക്കുടി എത്തുന്നു. ചാലക്കുടിയിലും കുറേ കളിക്കാരുണ്ട്. ചാലക്കുടി കളിക്കാരുണ്ടാവാൻ കാരണം അവിടെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ IL ജോസഫ് സാറ്, അദ്ദേഹം അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ഫുട്ബോൾ കളിക്കാർ അവിടെ വന്ന് കളിക്കാറുണ്ടായിരുന്നു. അവർ പല ജില്ലക്കാരാണ്, അവരുടെ പേര് ഞാൻ അവിടെ പറയുന്നില്ല. എന്നാലും തൃശ്ശൂർ ജില്ലക്കാരായിട്ടുള്ള ചാലക്കുടി കളിച്ചിരുന്ന 2 കളിക്കാരുണ്ട്. അവർ സഹോദരന്മാരായിരുന്നു. അതിൽ മൂത്ത ആളുടെ പേര് ജോൺസൺ. അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ പേര് യൂണിവേഴ്സിറ്റി കളിച്ചിരുന്ന CA ജോഷ. ഈ 2 പേരാണ് ആ ഭാഗത്തു നിന്നുള്ള ഏറ്റവും മികച്ച കളിക്കാർ. പിന്നെയും കളിച്ചിരുന്നവർ കുറേ പേരുണ്ട്. അവരുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അടക്കണില്ല. അങ്ങനെ നമ്മൾ തൃശ്ശൂർക്ക് നമ്മൾ മടങ്ങിയെത്തുന്നു. നമ്മൾ കുന്നംകുളം റൂട്ടിലേക്ക് പോകുന്നു. കുന്നംകുളം റൂട്ടിലേക്ക് പോകുമ്പോൾ അമലയിലെത്തുമ്പോൾ ഞാൻ ഒരാളെ ഓർക്കാണ്. അവർ അമലയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള പറപ്പൂർക്ക് സ്പാർക്ക് പറപ്പൂർ എന്ന് പറഞ്ഞ ഒരു ടീം പഴയ കാലത്തുണ്ടായിരുന്നു. 7s ടൂർണമെൻറ്റുകളിലൊക്കെ കളിച്ചിരുന്ന ഈ സ്പാർക്ക് പറപ്പൂരിൻ്റെ ഒരു ടീമിലുണ്ടായിരുന്ന ഒരു വർഗീസേട്ടൻ, അതുപോലെ തന്നെ കബീർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാ ഫുട്ബോൾ ടീമുകളിലും വന്ന് കളിക്കാറാണ് പതിവുണ്ടായിരുന്നു 7s. ആ ക്ലബിൽ നിന്ന് വന്ന ആളാണ് പിന്നീട് നമ്മൾ എല്ലാവരും അറിയപ്പെട്ടിരുന്ന കേരള പോലീസിൻ്റെ കളിക്കാരൻ CV പാപ്പച്ചൻ. അപ്പോൾ 82 കാലഘട്ടങ്ങളിലൊക്കെ എരുമപ്പെട്ടിയിൽ വന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ പാപ്പച്ചൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ, ഞാനും പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ. പാപ്പച്ചൻ പക്ഷേ കേരള ഓർമ്മയിലാണ്, ഞാൻ വ്യാസ കോളേജിലായിരുന്നു. അപ്പോൾ പാപ്പച്ചൻ ഫുട്ബോളിൽ അവിടെ ഈ പറപ്പൂർ ടീമിൽ വരും, നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും. അതിനുശേഷം അദ്ദേഹം കേരള ഓർമ്മയിലെത്തിയപ്പോൾ അദ്ദേഹം പിന്നെയും ഫോമലായി. കേരള ഓർമ്മയിൽ കളിക്കുമ്പോഴാണ് അയാൾക്ക് ഫുള്ളായിട്ടുള്ള ആ ബെനിഫിറ്റ് കിട്ടിയത്. അതവിടെ രാധാകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ജില്ലകളിൽ നിന്ന് കളിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അന്ന് എല്ലാ മികച്ച കളിക്കാരും വന്ന് എത്തിപ്പെടുന്ന സ്ഥലമാണ് കേരള ഓർമ്മ കോളേജ്. അപ്പോൾ കേരള ഓർമ്മ കോളേജിലത്തെ ഒരു കളിക്കാരനായിരുന്നു നേരത്തെ പറഞ്ഞ പാപ്പച്ചനൊക്കെ. അപ്പോൾ പാപ്പച്ചൻ ഇപ്പോൾ സ്പാർക്ക് പറപ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നതാണ് പാപ്പച്ചൻ. അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നു. മുണ്ടൂരെത്തുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റ്യാക്കര ടീമിനെയാണ് നമ്മൾ ഓർക്കുക. കുറ്റ്യാക്കര ടീമിൽ
ഒരുപാട് കളിക്കാരുണ്ട്. അവർ 79 എരുമപ്പെട്ടിയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ അവരാണ് അവരാണ് ആ കൊല്ലത്തെ 79 ചാമ്പ്യന്മാർ. അവരെന്നെ വിറപ്പിച്ച ടീമാണ് കടങ്ങോടിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ ധരിച്ചിരുന്ന ജേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് ഇങ്ങനെ വരകളുള്ള ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള വരകളുള്ള കീഴ്പ്പട്ടേക്ക് വരകളുള്ള ഒരു ഡ്രസ്സാണ് അവർ ഇട്ടിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ പല കളിക്കാരുണ്ടായിരുന്നു, ഒരു താടി വെച്ചിട്ടുള്ള ഒരു ബാക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല കളിക്കാർ. പക്ഷെ അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയുന്ന ഒരു കളിക്കാരനെന്ന് പറഞ്ഞത് കുറ്റേക്കര ടീമിലുണ്ടായിരുന്ന കളിക്കാരെന്ന് പറഞ്ഞാൽ അയാൾ കുറ്റേക്കരക്കാരനല്ല, പോന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് പോന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന അവിടുന്ന് വന്നിരുന്ന സുരേന്ദ്രേട്ടൻ എന്നാണ് അയാളുടെ പേര്, സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രേട്ടൻ മെലിഞ്ഞൊരാളാണ്. അതുപോലെ തന്നെ നടക്കുമ്പോൾ കാലിൻ്റെ വെപ്പിനനുസരിച്ച് വലത് കൈ ഇടത് വശത്തേക്കും ഇടത് കൈ വലത് വശത്തേക്കും ക്രോസ് ചെയ്ത് ആൾട്ടർനേറ്റ് ചെയ്ത് ക്രോസ് ചെയ്യും. മാർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൈ സ്ട്രെയിറ്റ് ആയിട്ടല്ല മാർച്ച് ചെയ്യുക. ഇയാൾ നടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് കൈ റൈറ്റിലേക്കും റൈറ്റ് കൈ ലെഫ്റ്റിലേക്കും മാറി വീശിയിട്ടാണ് നടക്കുക. ഹൈ സ്പീഡ് കളിക്കാരനായിരുന്നു, ഗോളടിച്ചിട്ടുണ്ട് സുരേന്ദ്രേട്ടൻ. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് വന്നു കഴിഞ്ഞാണെങ്കിൽ വേലൂർ തലക്കോട്ടുകര ഭാഗത്ത്, തലക്കോട്ടുകര ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഒരു കളിക്കാരുണ്ടായിരുന്നു. അവിടെ തൃശ്ശൂർ ജില്ലയിലെ ഈ സെവൻസ് ടൂർണമെൻറ്റുകളിൽ ഡേവീസ് എന്ന് പറഞ്ഞ പേരിലുള്ള ഒരുപാട് കളിക്കാർ കളിച്ചിരുന്നു. അപ്പോൾ അവരെ തിരിച്ചറിയാൻ എളുപ്പമല്ല, പല കളികളും പല ഡേവീസുകളും കളിക്കാറുണ്ട്. അതിൽ ഞങ്ങൾ കടച്ചക്ക ഡേവീസ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്ന ഒരു ഡേവീസ് ചേട്ടനുണ്ട്. അയാൾ തലക്കോട്ടുകാരക്കാരനാണ്, നല്ല ഡ്രിബ്ലിങ്ങുള്ള കളിക്കാരനായിരുന്നു, നല്ല ശക്തിയുള്ള ശരീരമുള്ള കളിക്കാരൻ. അതുപോലെ തന്നെ വേറൊരു ഡേവീസ് ഉണ്ടായിരുന്നു, അത് മറ്റം ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. അയാളെ മറ്റൻ ഡേവീസ് എന്ന് ഞങ്ങൾ വിളിക്കും, കളിക്കാരെ തിരിച്ചറിയുന്നുണ്ട്, മറ്റൻ ഡേവീസ്. പിന്നെ ബൂട്ടൊന്നും കളിക്കാത്ത ഒരു ഡേവീസ് കളിക്കാറുണ്ടായിരുന്നു. ആൾ ബൂട്ടിടില്ല. അദ്ദേഹത്തെ ഞങ്ങൾ ഏറ്റുമീൻ ഡേവീസ് എന്നാണ് വിളിച്ചിരുന്നത്. അത് അവരെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. അവരെ 3 പേരും ബെസ്റ്റ് കളിക്കാരായിരുന്നു. അങ്ങനെ ഈ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ ധാരാളം കളിക്കാർ പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിലെ കളിക്കാരെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഇനി വേറെ എപ്പിസോഡിലാവും.